friends, welcome to my channel. നമ്മൾ ഇന്ന് ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് പാർട്സ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 1 ആണ്. സോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് വളരെ ഒരു ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെസ്ട്രേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് ഇപ്പം അധികം യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ചില ഫിലിംസിലോ അല്ലെങ്കിൽ ചില ബുക്സിലോ ഒക്കെ വായിച്ച് കാണും, സ്വർണം കിട്ടിയ പല്ലുള്ള ആള് എന്നൊക്കെയുള്ള. മേ ബി നിങ്ങൾ ഒത്തിരി ഏജുള്ള ആൾക്കാർ ചിലപ്പോൾ കണ്ടും കാണും സ്വർണം കിട്ടിയ പല്ലുള്ളത്. ഇത് ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡാണ്. ഗോൾഡ് അല്ലാണ്ട് അലോയ് ആയിട്ട് വേറെ റെസ്ട്രേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് വെൽഡിങ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സാധാരണ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, രണ്ട് മെറ്റൽസിനെ ചൂട് കാരണം അതിന്റെ ഇടയ്ക്ക് ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നു. പക്ഷേ ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡിന് നമ്മൾ ടെമ്പറേച്ചർ ഒന്നും കൊടുക്കണ, വെറുതെ പ്രഷർ കൊടുത്താൽ തന്നെ രണ്ടും കൂടെ വെൽഡഡ് ആവും, രണ്ട് ഷീറ്റ് വെൽഡഡ് ആവും. സോ അതിനെയാണ് കോൾഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡിന്റെ. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട് ഗോൾഡിന്, കാരണം നോബിൾ മെറ്റൽ ആണ്. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, മോയ്സ്ചർ റെസിസ്റ്റന്റ് ആണ്. സോൾവൻസിൽ അങ്ങനെ ഇങ്ങനെയുള്ള സോൾവൻസിലൊന്നും അത് കൊറോഡ് ചെയ്ത് പോവില്ല. കൊക്കോളയൊന്നും കുടിച്ചു കഴിഞ്ഞാൽ കൊറോഡ് ചെയ്ത് പോവില്ല. മാലബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. അടിച്ച് പരുത്തുകയോ അടിച്ച് നീട്ടുകയോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഡിസഡ്വാൻറ്റേജസ് വരുന്നത് പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ ഗോൾഡിന് അനുദിനം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് റെസ്ട്രേഷൻ ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ടെക്നിക് സെൻസിറ്റീവ് ആണ്. വളരെ പഴയ ചില ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് ചെയ്യുന്നത്. അതിപ്പോൾ അധികം നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നില്ല. അത് ഒത്തിരി ടൈം എടുക്കുകയും ടെക്നിക് സെൻസിറ്റീവ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. ഇനി നോൺ ഇൻസുലേറ്റീവ് ആണ്. അതായത് നമ്മൾ മെറ്റൽ ആണല്ലോ, അപ്പൊ എന്തായാലും ഹീറ്റിനെ കടത്തി വിടാൻ നേരത്ത് നമുക്ക് ഡെന്റിൻ സെൻസിറ്റിവിറ്റി വരും. സോ നമ്മൾ നല്ലൊരു ബേസ് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് ചെയ്യുന്നത്. നോർമൽ സ്ട്രെങ്ത് കുറവാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയും സ്ട്രെങ്ത് നമുക്ക് ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡിന് കിട്ടില്ല. സോ ചെറിയ ക്ലാസ് 1 ആൻഡ് ചെറിയ ക്ലാസ് 5 റെസ്റ്റോറേഷൻസിനൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് യൂസ് ചെയ്യുന്നത്. അനൈസ്തെറ്റിക് ആണ്. സോ ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് നമ്മൾ യൂസ് ചെയ്യില്ല. പണ്ടൊക്കെ അത് എസ്തെറ്റിക്സ് ആയിരുന്നു, ഇപ്പം അങ്ങനെ അല്ല. നമുക്ക് എപ്പോഴും വൈറ്റ് ടീത്ത് അല്ലെങ്കിൽ യെല്ലോയിഷ് വൈറ്റ് ടീത്ത് ആണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. ഫോയിൽ അല്ലെങ്കിൽ ഫൈബ്രസ് ഗോൾഡ്, ഇലക്ട്രോലൈറ്റിക്കലി പ്രസിപ്പിറ്റേറ്റഡ്, കെമിക്കലി പ്രസിപ്പിറ്റേറ്റഡ്. ഫോയിൽ അല്ലെങ്കിൽ ഫൈബ്രസ് ഗോൾഡ്, ഇലക്ട്രോലൈറ്റിക്കലി പ്രസിപ്പിറ്റേറ്റഡ്, കെമിക്കലി പ്രസിപ്പിറ്റേറ്റഡ്. ആദ്യം ഫോയിൽ നോക്കാം. ഇത് ഫോയിൽ ഗോൾഡ് അല്ലെങ്കിൽ ഫൈബ്രസ് ഗോൾഡ് എപ്പോഴും <25 മൈക്രോൺ ആയിരിക്കണം തിക്നെസ്. <25 തിക്നെസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ ഫോയിൽ ഗോൾഡിനെ തന്നെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷീറ്റ്സ്, റോപ്സ്, സിലിണ്ടേഴ്സ്, പ്ലാറ്റിനൈസ്ഡ് ഗോൾഡ് ഫോയിൽ, ലാമിനേറ്റഡ് ഫോയിൽ. ഷീറ്റ്സ്, റോപ്സ്, സിലിണ്ടേഴ്സ്, പ്ലാറ്റിനൈസ്ഡ് ഫോയിൽ, ലാമിനേറ്റഡ് ഫോയിൽ. ഓരോന്നായിട്ട് നോക്കാം. അതിന് ജസ്റ്റ് തൊട്ട് മുമ്പ് ഈ ഒരു നമ്പർ ഒന്ന് പഠിക്കുക. 0.1275 × 3 എന്ന് പറയുന്നത് 0.38. 0.1275 × 4 എന്ന് പറയുന്നത് 0.57. ഇതിനെ നമ്മൾ നമ്പർ 3 ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ തിക്നെസ് വെച്ചിട്ടാണ് നമ്പർ 3 ഗോൾഡ് എന്ന് പറയുന്നത്. ഇതിന്റെ തിക്നെസ് വെച്ചിട്ട് നമ്പർ 4 ഗോൾഡ് എന്നും പറയും. സോ അതിൽ എന്താണ് അതിന്റെ കാൽക്കുലേഷൻ എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 0.1275 × 3, 0.1275 × 4. ഇത് ഇതിന്റെ തിക്നെസ് ആണ് വരുന്നത്, കട്ടി. ഇനി അടുത്ത ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് നമ്പർ 3 ഷീറ്റ്സോ നമ്പർ 4 ഷീറ്റ്സോ ഒക്കെ ആയിട്ട് നമ്മൾ ഗോൾഡിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. റോപ്സ്, സിലിണ്ടേഴ്സ്, അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ നമ്പർ 4 ഗോൾഡ് ഫോയിലിനെ, ഈ നമ്പർ 4 തിക്നെസ് ഉള്ള ഗോൾഡ് ഫോയിലിനെ, ഈ 0.51 മൈക്രോമീറ്റർ തിക്നെസ് ഉള്ള ഗോൾഡ് ഫോയിലിനെ റോപ്സ് ആയിട്ടും സിലിണ്ടേഴ്സ് ആയിട്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാനുഫാക്ചറേഴ്സ് നമുക്ക് തരണം. അതിനെയാണ് റോപ്സ് ആൻഡ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. പ്ലാറ്റിനൈസ്ഡ് ഗോൾഡ് ഫോയിൽ, അതായത് രണ്ട് ഗോൾഡ് ഫോയിലിന്റെ ഇടയ്ക്ക് ഒരു പ്ലാറ്റിനം ഫോയിൽ വെച്ചിട്ട് അടിച്ച് പരത്തി അല്ലെങ്കിൽ റോൾ ചെയ്ത് നമ്പർ 4ന്റെ തിക്നെസ് ആക്കി നമുക്ക് തരുന്നു. അതാണ് പ്ലാറ്റിനൈസ്ഡ് ഗോൾഡ് ഫോയിൽ. ഇതുമാതിരി തന്നെ ഇപ്പൊ 3 എണ്ണം വെക്കുന്നതിന് പകരം ഒരു ഗോൾഡ് ഫോയിലും ഒരു പ്ലാറ്റിനം ഫോയിലും കൂടെ വച്ചിട്ട് അതിനെ റോൾ ചെയ്ത് നമ്പർ 4 ആദ്യം അതിനെ കോൾഡ് വെൽഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ റോൾ ചെയ്ത് നമ്പർ 4 ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് ആക്കി തന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ പ്ലാറ്റിനൈസ്ഡ് ഗോൾഡ് ഫോയിൽ എന്നാണ് പറയുന്നത്.
ഇത് പ്ലാറ്റിനേറ്റ് 2 തരത്തിൽ വരുന്നു, അറിയാമല്ലോ. ഈ ലാമിനേറ്റഡ് ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത് നോർമലി 2 ഗോൾഡ് ഫോയിൽസ് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ ഇന്റേണൽ അതിന്റെ ക്രിസ്റ്റൽ ഓറിയന്റേഷനിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം കാരണം ഇതിനെ രണ്ടും കൂടെ ഒരുമിച്ച് വെൽഡ് ചെയ്യാൻ നേരത്ത് പ്രീ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. 2 ഒരുമിച്ച് പ്രീ വെൽഡ് ചെയ്യുന്നതായിട്ട് കിട്ടുന്നു. ഇടയ്ക്ക് പ്ലാറ്റിനം വെക്കാതെ 2 ഒരുമിച്ച് പ്രീ വെൽഡ്, പ്ലാറ്റിനം വെക്കാതെ 2 ഒരുമിച്ച് പ്രീ വെൽഡ് ചെയ്ത് കിട്ടുന്നു. അപ്പൊ അതിന് ഇന്റേണൽ ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് കാരണം അത് നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്തിരുന്ന് നല്ല ഒരു സ്ട്രെങ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മൾ ലാമിനേറ്റഡ് ഫോയിലിന് പ്ലാറ്റിനൈസ്ഡ് ഫോയിലിൽ എന്തുകൊണ്ടാണ് പ്ലാറ്റിനം യൂസ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് പറയണം. ഹാർഡ്നെസ്സിനും വിയർ റെസിസ്റ്റൻസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാറ്റിനം യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യം നമ്മൾ ഷീറ്റ്സിന്റെ കാര്യം പറഞ്ഞു. അതായത് കൊഹസീവ് ബോണ്ട്, നോൺ കൊഹസീവ് ബോണ്ട്. ഒന്നുമില്ല, നോൺ കൊഹസീവ് ആയിട്ടുള്ള, കൊഹഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരേപോലത്തെ വസ്തുക്കൾ ഒരുമിച്ച് ഒട്ടിപ്പിടിക്കുന്നതിനാണ് കൊഹഷൻ എന്ന് പറയുന്നത്. നോൺ കൊഹസീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിൽ NH3 ഉണ്ടാവും, NH3 അല്ലെങ്കിൽ അമോണിയ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ നോൺ കൊഹസീവ് എന്ന് പറയുന്നത്. അമോണിയ അല്ലെങ്കിൽ NH3 ഉണ്ടാവും, അതിനെയാണ് നമ്മൾ നോൺ കൊഹസീവ് എന്ന് പറയുന്നത്. അമോണിയ ഇതിന്റെ മുകളിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലി കോൾഡ് വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് 2 ഫോയിലും കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമോണിയ അതിന്റെ മുകളിൽ വെക്കുന്നത്. അമോണിയ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അമോണിയ ഇപ്പൊ ഇതിന്റെ മുകളിൽ സർഫസ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ വേറെ ഗോൾഡ് ഫോയിലിന്റെ അതിന്റെ അടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ 2 കൂടെ ഒട്ടിപ്പിടിക്കത്തില്ല. സോ നോൺ കൊഹസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3, നോൺ കൊഹസീവ് NH3 എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അമോണിയ അതിന്റെ മുകളിൽ കോട്ട് ചെയ്ത് വെച്ചേക്കും. കൊഹസീവ് ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വെച്ചിരിക്കുന്ന ഗോൾഡില് ഓക്സിജൻ ഒക്കെ അതിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്തിരിക്കും. നമ്മൾ അങ്ങനെ സംഭവിക്കാതെ സ്പെഷ്യൽ ആയിട്ട് നോൺ കൊഹസീവ് ആയിട്ട് വെറുതെ നമ്മൾ അതിന്റെ മുകളിൽ ഒരു രീതിക്കുള്ള ഇമ്പ്യൂരിറ്റീസും ഇല്ലാതെ തന്നെ അമോണിയം ഒന്നും ആഡ് ചെയ്യാതെ തന്നെ വെറുതെ വച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റിനെയാണ് നോൺ കൊഹസീവ് ഷീറ്റ് എന്ന് പറയുന്നത്. ഷീറ്റ് ഗോൾഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണിത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് രണ്ടാമത്തെയാണ് ഇലക്ട്രോലൈറ്റിക്കലി പ്രസിപ്പിറ്റേറ്റഡ് ഗോൾഡ്. നോർമൽ ഇലക്ട്രോളിസിസ് ആണ്. ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. ആനോഡ് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് അലോയ് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡ് ഒരു തിൻ ഷീറ്റ് ആണ്. ഇനി അപ്പോൾ എന്നിട്ട് HCl ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഈ ഒരു ചെറിയ ചെറിയ തരിയായിട്ട് ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഗോൾഡിന് ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ സ്പോഞ്ചി നേച്ചർ ആണ് ഉണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഒരു സ്പോഞ്ചിനെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. ആ രീതിക്കായിരിക്കും ആ ഒരു ഗോൾഡിന്റെ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. സ്പോഞ്ചിന്റെ ആ മാതിരിയുള്ള കൺസിസ്റ്റൻസി, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ആയിരിക്കും. അതിനെ കുറച്ചുകൂടെ ഒന്ന് ഹാർഡൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സിൻഡറിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ചെയ്യും. അതിനകത്ത് ലെസ് ദാൻ 1063 ഡിഗ്രി സെൽഷ്യസ്, ലെസ് ദാൻ 1063 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. 1063 എന്ന് പറയുന്നത് ഗോൾഡിന്റെ ഫ്യൂഷൻ ടെമ്പറേച്ചർ ആണ്. ലെസ് ദാൻ 1063 ഡിഗ്രി സെൽഷ്യസിൽ അത് സിൻഡർ ചെയ്യാൻ നേരത്ത് ഈ ഒരു വളരെ സ്പോഞ്ചി ആയിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ആ സ്പോഞ്ചിനെസ് ഒന്ന് കുറഞ്ഞു കിട്ടി അത് മാറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ മാറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഇത് ഇന്റേണൽ സ്ട്രക്ചർ ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ഷീറ്റിലായിരിക്കും അത് കിട്ടുന്നത്. നമ്മൾ ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിനെ തിന്നായിട്ട് ഒന്ന് അതിന്റെ മുകളിൽ ഒരു സെക്ഷൻ എടുത്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിനെ വളരെ തിന്നായിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഒരു സെക്ഷൻ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അത് കണക്ക് തന്നെ ഇരിക്കും. അതിന്റെ സർഫസിൽ നല്ല രീതിക്ക് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. അപ്പൊ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനി നമുക്ക് സെക്കൻഡ് ആയിട്ട് വരുന്നത് മാറ്റ് ഫോയിലാണ് വരുന്നത്. ഇതേ സെയിം സംഭവം മാറ്റ് ഗോൾഡ് ആയിട്ടുള്ള ഈ സെയിം സംഭവം എടുത്തിട്ട് നമ്മൾ അതിന്റെ സർഫസില് 2 സർഫസിലും മുകളിൽ താഴെയുള്ള സർഫസില് നമ്മൾ ഗോൾഡ് ഫോയിൽ വെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താണ് മാറ്റ് ഫോയിൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മാറ്റ് ഫോയിൽ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു വലിയൊരു റെസ്റ്റോറേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കുറേ ഭാഗത്ത് നമ്മൾ ഈ മാറ്റ് ഗോൾഡ് ഫിൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ സർഫസ് ഇറഗുലാരിറ്റീസ് വരാതിരിക്കാനായിട്ട് നമ്മുടെ മാറ്റ് ഫോയിൽ യൂസ് ചെയ്യുന്നു. അപ്പൊ സർഫസ് ഇറഗുലാരിറ്റീസ് വരത്തുമില്ല, നമുക്ക് ഒരുപാട് ഗോൾഡ് യൂസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇനി അടുത്തത് ഇലക്ട്രോലോയ് RB എന്ന് പറയുന്ന ഒരു ഇതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റിക്കലി പ്രസിപ്പിറ്റേറ്റഡ് ഗോൾഡിന്റെ വേറൊരു വേരിയേഷൻ ആണ് വരുന്നത്.
ഒന്നുമില്ല, ഈ സെയിം സാധനം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കാൽഷ്യം അയോൺസ്, കാൽഷ്യം കാൽഷ്യം ഡെപ്പോസിഷൻ ഇടയ്ക്ക് വരും. അത് എന്തുകൊണ്ടാണ് നമ്മൾ കാൽഷ്യം ആഡ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കാൽഷ്യം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാൽഷ്യം ആഡ് ചെയ്യാൻ നേരത്ത് അവിടെ സംഭവിക്കുന്ന ആ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്നത് ഡിസ്പേർഷൻ സ്ട്രെങ്തനിങ് എന്നാണ് പറയുന്നത്. എന്താണ് ഡിസ്പേർഷൻ സ്ട്രെങ്തനിങ് എന്നാണ് ആ ഫിനോമിനന് നമ്മൾ പറയുന്നത്, ഡിസ്പേർഷൻ സ്ട്രെങ്തനിങ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗോൾഡിന്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ക്രാക്ക് ഇങ്ങനെ വന്നു, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയി, പതിയെ ഇത് പൊട്ടി ഇങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് ഒരു കാൽഷ്യം വന്ന് നിൽക്കുന്നു. ഇവിടെ ഇങ്ങനെ പൊട്ടി പോകുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ താഴോട്ട് ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ നേരത്ത് ഈ കാൽഷ്യം ഇതിനെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയാണ് ഡിസ്പേർഷൻ സ്ട്രെങ്തനിങ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചില കാറിന്റെ അല്ലെങ്കിൽ ചില വാഹനങ്ങളുടെ ഗ്ലാസ്സിൽ നമ്മൾ ഈ ഡിസ്പേർഷൻ സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഈ ഗ്ലാസ് പൊട്ടിപ്പോവാതിരിക്കാനായിട്ടും ക്രാക്ക് പ്രൊപ്പഗേഷൻ തടഞ്ഞു വെക്കാനായിട്ടും നമ്മൾ ഡിസ്പേർഷൻ സ്ട്രെങ്തനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്സ്. ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ മാനിപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ പറയാം. സോ ഈ കോൺസെപ്റ്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.